ഹീറോ മോട്ടോ കോർപ്പിൻ്റെ വിഡ VN Pro 3 സർവീസ് കഴിഞ്ഞു. ഇതിപ്പോൾ 4ാമത്തെ സർവീസ് വാണിംഗ് വന്നു. കറക്റ്റ് 20,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് 3ാമത്തെ സർവീസ് വാണിംഗ് വന്നു. 3 സർവീസ് വരെ ഫ്രീ ആയിരുന്നു. ഇതിപ്പോൾ 4ാമത്തത് പെയ്ഡ് സർവീസ് ആവാനാണ് സാധ്യത. 30,000 കിലോമീറ്റർ വരെ ബാക്കി സ്പെയർ പാർട്സിന് വാറണ്ടി ഉണ്ട്. അതായത് ചാർജർ, ബാറ്ററി, ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസുകൾ, അതിനൊക്കെ നമുക്ക് വന്നിട്ട് 30,000 കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട്. ഇപ്പോൾ നിലവിൽ വണ്ടി 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു 10,000 കിലോമീറ്റർ കൂടെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കമ്പനി വാറണ്ടി കിട്ടത്തില്ല. ബാക്കി എന്തെങ്കിലും ആക്സസറീസ് കംപ്ലൈൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മാറേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നിലവിൽ സാധാരണ വരുന്ന കംപ്ലൈൻറ്റുകൾ തന്നെയാണ്. സ്വിച്ച് കംപ്ലൈൻറ്റ്, അതുപോലെ തന്നെ ത്രോട്ടിൽ കംപ്ലൈൻറ്റ്. ത്രോട്ടിൽ ആക്സിലേറ്റർ കൂട്ടിയതിന് ശേഷം ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആക്സിലേറ്റർ പഴയ പൊസിഷനിൽ പോവില്ല. കൈ കൊണ്ട് ഒരു ചെറിയൊരു പ്രഷർ കൊടുത്താൽ മാത്രമേ ആ ഒരു നോർമൽ അവസ്ഥയിൽ വരികയുള്ളൂ. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചുകളൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇതിനകത്ത് വരുന്ന ഒരു സ്വിച്ച് വരുന്നുണ്ട്, ആ ബ്രേക്ക് ലിവറിൻ്റെ താഴ്ഭാഗത്ത്. ആ ഒരു സ്വിച്ചും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, ഇത്രയും തന്നെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്, കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ്. അല്ലാതെ വേറെ ഓട്ടത്തിനോ അല്ലെങ്കിൽ പുള്ളിങ്ങിനോ സ്പീഡിനോ അങ്ങനെ അതിനൊന്നും വേറെ ഒരു പ്രശ്നമില്ല. ഈ ഒരു സ്വിച്ചുകളുടെ കംപ്ലയിൻറ്റുകൾ മാത്രമേ നിലവിൽ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളൂ. മൈലേജ് അവർ പറയുന്ന 100 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും സർവീസിന് ഞാനിന്ന് കൊണ്ടുപോയിട്ട് ഇത്രയും കംപ്ലയിൻറ്റ് ഞാൻ പറയുന്നതായിരിക്കും. അത് എങ്ങനെയൊക്കെ സർവീസ് ചെയ്ത് തരും എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഈ പറയുന്ന കംപ്ലയിൻറ്റുകളൊക്കെ തീർത്ത് തരുമെന്നുള്ളതൊക്കെ. പിന്നെ ഈ ഒരു ചാർജിങ് പോർട്ട് കംപ്ലയിൻ്റ് ഉണ്ട്. നല്ലവണ്ണം പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ചില സമയത്ത് ആ ഒരു ചാർജർ ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. ആ ചാർജർ ഡിറ്റക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്ലഗ് ചെയ്യുന്ന സമയത്ത് ചാർജ് കയറത്തുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഓണായിട്ട് അത് ഓഫായി പോകും. ഞാനിപ്പോൾ ഇവിടെ ഷോറൂമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഷോറൂമിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇതിൽ നിന്നും വലിയ തിരക്കായിരുന്നു. ഞാൻ ഏകദേശം ഒരു 9 മണിയായപ്പോഴത്തേക്ക് ഏകദേശം ഫുള്ളായി. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഇവിടെ നിന്നൊരു 7:45 ആയപ്പം ഇറങ്ങി ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. വിഡ VN Pro വന്നിട്ട് 3ാമത്തെ നമ്പർ എൻ്റെതായിരുന്നു. നാളെ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ സർവീസ് തീർന്നിട്ടുണ്ട്, വന്ന് വണ്ടി കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. 4ാമത്തെ സർവീസ് പെയ്ഡാണ്. ഏകദേശം വന്നിട്ട് 448 സംതിങ് എമൗണ്ട് കൊടുക്കേണ്ടി വന്നു സർവീസിന്. സർവീസ് ഫ്രീ അല്ല, വാഷിങ്. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഇത്രയും വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ത്രോട്ടിൽ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ത്രോട്ടിൽ മാറ്റി, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്വിച്ചുകളും മാറ്റി, ബാക്ക് ഇൻഡിക്കേറ്റർ മാറ്റി. ഇതെല്ലാം ഫ്രീ സർവീസിൽ പെട്ടതായതുകൊണ്ട് അത് കാശൊന്നും മേടിച്ചിട്ടില്ല. അതിന് വന്നിട്ട് 2,800 സംതിങ് എന്തോ ആ ഒരു ഇതിന് വിലയിട്ടിട്ടുണ്ട്, ആ ഒരു പ്രോഡക്റ്റിന് വിലയിട്ടിട്ടുണ്ട്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില നമ്മളിന്ന് എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല സർവീസായിരുന്നു. ടെക്നീഷ്യൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നല്ല സർവീസായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വണ്ടി നല്ല പക്ക ആയിട്ടുണ്ട്. നേരത്തെ ത്രോട്ടിൽ നല്ല ടൈറ്റായിരുന്നു. ആ ത്രോട്ടിൽ മാറ്റിയതിന് ശേഷം ത്രോട്ടിൽ നല്ല പക്കയായി. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിമ്മും ബ്രൈറ്റും വരുന്ന ആ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി തന്നു. ബാക്കിലെ ഇൻഡിക്കേറ്റർ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി തന്നു. അവരുടെ സർവീസ് വളരെ നല്ല ഒരു സർവീസാണ്. അപ്പോൾ ഇനി അടുത്ത സർവീസ് ഇനി ഒരു 10,000 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ട്, അതായത് 30,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 30,000 കിലോമീറ്റർ വരെ ഉള്ളൂ നമ്മുടെ ആക്സസറീസിനുള്ള വാറണ്ടി. അപ്പോൾ ആ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി ഇല്ല. പിന്നെ അവരുടെ ആക്സസറീസൊക്കെ ഒത്തിരി കോസ്റ്റ്ലിയാണ്. ചാർജറിന് തന്നെ ഏകദേശം 22,000 രൂപയോളം ആകുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ബാറ്ററിക്ക് ഏകദേശം 40,000 രൂപയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്സസറീസിനൊക്കെ ഭയങ്കര കോസ്റ്റാണ്. നമുക്കത് 5 വർഷത്തേക്ക് ക്ലെയിം ചെയ്യാമോന്നൊന്നും അറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഈ ഒരു വാഹനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വണ്ടി പക്കയാണ്, ഓടിക്കാൻ നല്ല കംഫർട്ടാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ത്രോട്ടിൽ ജാമാവുക, അതുപോലെ തന്നെ സ്വിച്ചുകളൊന്നും വർക്ക് ചെയ്യാതിരിക്കുക. ഈ ഒരു പ്രശ്നം ഒരു കമ്പനി വാഹനം എന്നുള്ള നിലയ്ക്ക് കംപ്ലൈൻറ്റ് അവരത് പരിഹരിക്കേണ്ടതായിരുന്നു. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം പക്കയാണ്. ഞാൻ സർവീസിന് കൊടുത്തത് തിരുവനന്തപുരത്തുള്ള ഈഞ്ചയ്ക്കൽ ദിയ ഷോറൂമിലാണ്. അവരുടെ സർവീസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവീസാണ്. ടെക്നീഷ്യന്മാരാണെങ്കിലും നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ ക്യാൻവാസ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരായാലും എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണമാണ്.
പിന്നെ ഈ ഒരു അക്സസറീസിൻ്റെ വിലകളുടെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നല്ല ഒരു വാഹനം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദി.